Hi dears, welcome back to our family. അപ്പം ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഒരു 10 ദിവസത്തോളം ആവുമെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പം ഞാൻ ഒരുങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് ശ്രീജയ സിൽക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളൊരു സാരിയാണ്. ഇത് ഞാനിതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയാണ് കേട്ടോ. ഒരുങ്ങിയല്ല, സാരി എടുത്ത് കൊടുത്തത്. ഇപ്പം ഞങ്ങൾ പുറത്തൊക്കെ പോകാൻ പോവുകയാണ്, അതിൻ്റെ ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓണത്തിനുള്ള കളക്ഷൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പേജ് വിസിറ്റ് ചെയ്താൽ മതി. ഞാൻ പേജ് മെൻഷൻ ചെയ്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇല്ല. അമ്മയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വീഡിയോസ് ഇല്ലാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് വന്നിട്ട് കമൻറ്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചോദിച്ച് എന്താ കാണാത്തത്, വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്ന്. സംഭവം ആക്ച്വലി ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെറിയൊരു ഫിനാൻസ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് ഫണ്ട് ഷോർട്ടായി. ഫണ്ട് മീൻസ് ചെറിയൊരു എമൗണ്ട് അല്ല, അത്യാവശ്യം വലിയൊരു എമൗണ്ട്, ഒരു 50 lakhs 50 ലക്ഷം അടുപ്പിച്ച്. സോ അതിൻ്റെയൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതെപ്പോൾ തിരിച്ച് കിട്ടും, നമ്മളെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് പേരുണ്ട്. സോ അവർക്ക് തിരികെ കൊടുക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് ബ്ലോക്കായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു നവംബറൊക്കെ കഴിഞ്ഞിട്ട് അത് തിരികെ കിട്ടത്തുള്ളൂ. അതുവരെയുള്ള റോളിങ് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് തിരിച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ചെറിയ നെഗറ്റീവ് ഉണ്ട്. സോ ഫണ്ടിൻ്റെ ഒരു കാര്യത്തിലൂടെ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെയൊക്കെ ടെൻഷനായിരുന്നു. ഇപ്പോൾ ഒരുവിധം കൂളായിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാലും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടായിരുന്നു വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. ദൈവം സഹായിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ് ഇപ്പോഴും ഈ ഒരു നിലയിൽ നിൽക്കുന്നത്. സോ ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ്. സോ നമ്മുടെ ഇവിടെ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പോകാറുള്ള കാര്യം. അപ്പോൾ അവിടെ ഒന്ന് പോകണം. ഞാൻ അവിടെ നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്കൊരു ആപത്ഘട്ടം വരുമ്പോൾ നമ്മൾ കൂടുതലും ഭഗവാന്മാരെയാണല്ലോ ആശ്രയിക്കുന്നത്. സോ അങ്ങനെ ഞാൻ ദൈവത്തിന് നേർച്ച വെച്ചാണ് നടത്താമെന്നുള്ള കാര്യം. സോ ഞാൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നപ്പോഴത്തേന് ഇന്ന് പോയിട്ട് നേർച്ച ചെയ്യണം. പിന്നെ അവിടെ ചോറുണ്ട്. എനിക്ക് അമ്പലങ്ങളിലെയും പള്ളികളിലെയും ചോറ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ പള്ളിയിൽ പോയി ചോറ് കഴിക്കണം. പിന്നെ പല്ലിലെ കമ്പി ഉണ്ടല്ലോ, അതിൻ്റെ ചെറുതായിട്ടൊന്ന് മുറുക്കണം. അമ്മയുടെ പല്ലിനൊരു പോടുണ്ട്, അപ്പോൾ അത് ഇതാക്കണം. ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല, എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് 5-ാം തീയതി. 8-ാം തീയതി മാമൻ്റെ കല്യാണം, അമ്മയുടെ ബ്രദറിൻ്റെ കല്യാണം. എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് 5-ാം തീയതി. അമ്മയുടെ ബ്രദറിൻ്റെ കല്യാണമാണ് 8-ാം തീയതി. സോ അതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഫണ്ടിൻ്റെ ഇഷ്യൂ വന്നത്. അപ്പം ഓക്കെ ആയി, ഒരുവിധമൊക്കെ ഓക്കെ ആയി പോകുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഉള്ളത് പറയണമല്ലോ, ചെറുതല്ല, അത്യാവശ്യം. നമുക്കൊരു 1 lakh ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും വലിയൊരു എമൗണ്ട് ഷോർട്ട് ആവുമ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും റിക്കവർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ പറയണേ, ദൈവം സഹായിച്ചു, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ദൈവം നമ്മളെ കൈവിടില്ല. നമ്മൾ തട്ടിച്ചും വെട്ടിച്ചും പറ്റിച്ചൊന്നും ഉണ്ടാക്കിയാലല്ലോ. സോ അതുകൊണ്ടൊരു ദൈവം കൈവിടില്ല, കൂടെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെന്താ പറയുക, കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. സോ അതെന്തായാലും പോവില്ല, കാണും. പിന്നെന്താ പറയുക, അപ്പോൾ നമുക്ക് വ്ളോഗാണ്. ഞാൻ ആദ്യം പോയി സാരി കൊടുത്തുകൊണ്ടിട്ട് അമ്പലത്തിലും എനിക്ക് വക്കീൽ ഓഫീസിലൊന്ന് പോകണം. ഒരു ലോയറെ കാണാനുണ്ട്. ബിക്കോസ് അതിൻ്റെ കാര്യം ഞാൻ അമ്മയും കൂടെ വന്നിട്ട് പറയാം. അതെൻ്റെ തെറ്റല്ല കേട്ടോ, അമ്മയുടെ. പറയാം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ദേവിൻ്റെ അമ്മയുണ്ട്, ദേവിയുണ്ട്, കാശിയുണ്ട്. എല്ലാവരും കറപ്പം. അമ്മ മാറ്റമുള്ള പറ്റും. ഇവിടെ ഞാൻ കമ്മലിട്ടില്ല, മറന്നു. മാറാ. അപ്പം ഇപ്പം നമ്മൾ പോണത് താണിക്കുമുക്കിൽ, അതിലേ കറങ്ങി വരാം. എന്നാൽ ഇതിലേ പോകാം. പല്ലിലെ ക്ലിപ്പ് ശരിയാക്കണം, ദേവിയുടെയും ക്ലിപ്പ് മുറുക്കണം, പിന്നെ അമ്മയുടെ പല്ലിൽ പോടുണ്ട്, അതിൻ്റെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പരിപാടി. പിന്നെ നമുക്ക് പള്ളിയിൽ പോകണം, കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതെടുത്തോണ്ട് പോവാം. ഇപ്പം എൻ്റെ പല്ലിലെ ക്ലിപ്പ് ടൈറ്റൻ ചെയ്ത് ദേവിയുടെ ചെയ്ത് അമ്മയുടെ പല്ലിലെ പോട് നോക്കുന്നു. ഇനിയിപ്പം എൻ്റെ സ്വന്തം കിട്ടി.
ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അമ്മയുടെ മേക്കാതിൻ്റെ ആണി കളഞ്ഞു പോയി. അപ്പോൾ ജ്വല്ലറി ഒന്ന് തരണം, അതൊരെണ്ണം വാങ്ങണം. പിന്നെ പള്ളിയിൽ പോകണം. വേറെ എവിടെയൊന്നുമില്ലല്ലോ. വക്കീലിൻ്റെ അടുത്ത് പോകണമെന്ന് വെച്ചിരുന്നാൽ അപ്പം ഇന്ന് ചെല്ലാണ്ട് നാളെ ചെന്നാലും പറഞ്ഞു. അത് സംഭവം അമ്മ കുറച്ച് ഫണ്ട് ഒരാൾക്ക് കൊടുത്തിട്ടൊരു 10 വർഷത്തോളം ആവുന്നു. അപ്പം അതിന് അവർ മുദ്ര പേപ്പറിൽ എഴുതി തന്നിട്ടില്ല, പലിശയ്ക്കല്ല കേട്ടോ, അല്ലാണ്ട് കൊടുത്തു. എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ തരാമെന്ന് പറഞ്ഞത് അത് തന്നില്ല. പിന്നെ അവർ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നമ്മൾ ആദ്യം കൊണ്ട് കേസ് കൊടുത്തു, വസ്തു അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തു. പിന്നെ അമ്മയുടെ ഒരു മനസ്സിൻ്റെ ഒരു വിഷമമൊക്കെ കൊണ്ടിട്ട് അമ്മ അത് വേണ്ടാന്ന് വെച്ചു. കേസ് ക്ലോസ് ചെയ്തില്ലായിരുന്നു. കേസ് ക്ലോസ് ചെയ്യാണ്ടിട്ട് തന്നെ അമ്മ പോയില്ല. അപ്പം പിന്നെ ഒരു ഫണ്ട് തരാണ്ടായപ്പോൾ ഏകദേശം ഒരു 21 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ടാവും. 10 ലക്ഷം രൂപയും പിന്നെ ഒരു എത്ര പവൻ്റെ സ്വർണ്ണോടെ 10-25 പവൻ്റെ സ്വർണ്ണം അത്രേ ഉള്ളു. പാവം അത്ര വേണ്ടപ്പെട്ടവർക്കാണ് കേട്ടോ കൊടുത്തത്. അപ്പം എന്തായാലും പിന്നെ ഇപ്പോൾ വിചാരിച്ച് കേസ് റീഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ വേറൊരു ലോയറെ എടുത്ത് കൊടുക്കാം. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ആദ്യം കൊടുത്ത ലോയർ എടുത്തുനിന്ന് കേസ് ക്ലോസ് ചെയ്തിട്ട് എന്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് വക്കാലത്തൊഴിയാണെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഇന്നലെ പോയി ഞങ്ങൾ വേറൊരു ലോയറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഇന്ന് പോയി വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് അവരില്ല, നാളെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നാളെ പോയി ആദ്യം മേടിച്ചിട്ട് പുതിയ വക്കീലിനെ കാണണം. നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ തന്നെ ഒരുവിധം ഓക്കെയാണ്. നമുക്ക് അങ്ങോട്ട് കൊടുക്കാനല്ല ഉള്ളത്, എല്ലാം ഒരുപാട് ഇങ്ങോട്ട് കിട്ടാനാണുള്ളത്. കിട്ടുമായിരിക്കും. ഇവർ സൈൻ ചെയ്ത പേപ്പർ കാണാണ്ട് കിടക്കുകയാണ്. അതുകൊണ്ടിട്ടാണ് പിന്നെയും കൂടുതൽ കേസായിട്ട് പോകണ്ട എന്ന് വിചാരിച്ചു. ആ മുദ്ര പേപ്പർ കാണാണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം ദൈവാനുഗ്രഹം എന്ന് പറയാം, ആ പേപ്പർ കഴിഞ്ഞ ആഴ്ച തിരിച്ചു കിട്ടി. അതുകൊണ്ടിട്ട് കേസ് റീഓപ്പൺ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് കേസായിട്ട് പോകണമെന്നൊന്നുമില്ല, പക്ഷേ അത്രയും ഫണ്ട് വെറുതെ കളയണ്ടല്ലോ. അമ്മ ഏതാണ്ട് 18 വർഷത്തോളം ദുബായിൽ കിടന്ന് കഷ്ടപ്പെട്ട ക്യാഷാണ്. അവരുടെ അധ്വാനത്തിൻ്റെ ഇതാണ്. ഞാനും എനിക്ക് അനുഭവിക്കേണ്ട ക്യാഷാണ്. വല്ലവർക്കും അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലാന്ന് വെച്ചിട്ട് പറയാം. ബേബിക്ക് പല്ല് വന്നു കേട്ടോ. അത് നമ്മള് ലാസ്റ്റ് വ്ലോഗ് വരെയും കുഞ്ഞിന് പല്ല് വന്നിട്ടില്ല. ഒറ്റ പല്ല് വന്നു. കാശി ബേബി ഒരു പല്ല് കാണിച്ചു കൊടുത്താണ്. ഞങ്ങൾക്ക് ഒറ്റ പല്ല് മാത്രമേ വന്നുള്ളൂ. എനിക്ക് ഭയങ്കര വിഷമമാണ് പല്ല് വന്നില്ലെന്ന് പറഞ്ഞു. 1 year ആയിട്ടും പല്ല് വന്നില്ല. അതുകൊണ്ട് ബർത്ത്ഡേ കഴിഞ്ഞ് 1 week ആയപ്പോൾ തന്നെ ഒറ്റ പല്ല് വന്നു. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇതേണ്ട കണ്ടോ, അമ്മയും ദേവിയും കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നതാണ്. ഇതേണ്ട ഗോഗു എന്തോ ഒരു പണിയിലാണ്. കാശി ബേബി ഉറക്കം വേണ്ടിയിട്ട് ഞാൻ അവരോട് പോയില്ല. ഉറക്കമായി കേട്ടോ, ഇല്ലെങ്കിൽ ബഹളമായി. അപ്പം എൻ്റെ ഫേസ് ഫുള്ള് ടാൻ അടിച്ചത് എൻ്റെ കഴുത്തൊക്കെ കണ്ടു. ഇത് സംഭവം ഒരു പ്രോഡക്റ്റിൻ്റെ അലർജിയാണ്. ഞാൻ ഏതാണെന്ന് ഞാൻ വേറൊരു വീഡിയോ പറയാം കേട്ടോ, എല്ലാം കൂടെ കുളമാക്കണ്ട. ഞാൻ അതിൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ. സോ അതിൻ്റെ അകത്ത് ഒരെണ്ണം യൂസ് ചെയ്തപ്പോഴത്തേന് ആകെ ഫേസ് നെക്കിലാണ് എനിക്ക് പ്രോബ്ലം വന്നത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. എന്താണ് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു. ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതെല്ലാം ഏതാണെന്ന് ഞാൻ പറയാം. സൈഡ് എഫക്റ്റാണ്. പിന്നെ ഫേസ് ഫുള്ള് ടാനാണ്. അത് തായ്ലൻഡിൽ പോയിട്ട് വന്നതിന് ശേഷം റിക്കറായിട്ടില്ല ഇതുവരെ. എൻ്റെ ഫേസ്, ഗോഗുവിൻ്റെ ഫേസ്, ദേവിയുടെ ഫേസ്. ദേവിക്ക് മാത്രമുള്ള പ്രോബ്ലം ഇല്ലാത്തത്, ബാക്കി എല്ലാവരുടെയും ഫേസ് നിറയെ ടാനായിട്ടുണ്ട്. സൺ പ്രൊട്ടക്ഷനൊക്കെ ഇഷ്ടം പോലെ യൂസ് ചെയ്തെങ്കിലും ഒരു പ്രയോജനം ഇല്ലായിരുന്നു. ഫേസ് ഫുള്ള് ഡാമേജാണ്. പിന്നെ ഞാൻ പറഞ്ഞാണെങ്കിൽ നമുക്ക് ഈ ടെൻഷൻ വരുമ്പം നമ്മൾ എത്രയൊക്കെ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും സ്കിന്നിൻ്റെ കാര്യമൊക്കെ കണക്കായിരിക്കും, ഹെയറിൻ്റെ കാര്യത്തിലെല്ലാം കണക്കായിരിക്കുമല്ലോ. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി. സമാധാനം ഉണ്ട്, എന്നാൽ കൂടിയിട്ടും എല്ലാം ഒന്നും ക്ലിയർ ആവുന്ന വരെ നമുക്ക് ടെൻഷനായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പം ഞങ്ങളുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല, നമുക്ക് എത്ര ഡിലേ ആയാലും പ്രശ്നമില്ല. പക്ഷേ മറ്റുള്ളവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് വെച്ച് കഴിയുമ്പോൾ നമ്മളെ വിശ്വസിച്ചാണ് ഇടുന്നത്. സോ നമുക്ക് കുറച്ച് ഡിലേ ആയാൽ പോയാൽ നമ്മൾ പറ്റിച്ചിട്ട് പോകും എന്നൊരു ടെൻഷൻ ആവുമല്ലോ. സോ അതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് അവരുടെ ക്ലിയർ ആക്കുന്നത്. എല്ലാം ക്ലിയർ ആവട്ടെ.
അയ്യോ എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. ജാനിമോളെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതേണ്ടേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് ജാനിമോളയും കൂടി എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേട്ടനും ചേട്ടത്തിയും അവർക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, പള്ളിയിൽ ഒരു പൂമാല കൊടുക്കാമെന്ന്. അപ്പോൾ ചേട്ടനും ചേട്ടത്തിയും അമ്മാമ്മയും വല്യമ്മച്ചും എല്ലാവരും കൂടിയിട്ട് ഓട്ടോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിഞ്ഞ് പോരുന്ന ഡ്രസ്സ് കൊടുത്തു അമ്മ കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ജാനിമോള് കണ്ടേ. ജാനുമ്മ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫുള്ള് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അതാണ് വീഡിയോയുടെ നമുക്ക് നമ്മുടെ ഒരു കാര്യം ചെയ്യാണ്ട് നമുക്കൊരു സമാധാനമാണ്. ഫുഡ് കഴിക്കാൻ പോലുള്ള അറിയായിരിക്കുമല്ലോ. നമ്മളിപ്പം ഒരു 10,000-2,000 രൂപ കൊടുത്താൽ പോലും ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളത് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് എന്തൊരു ടെൻഷനായിരിക്കും. ഞാനങ്ങനെയാണ് കേട്ടോ. ഒരാളുടെ കയ്യിൽ നിന്ന് 2,000 രൂപ വാങ്ങിയപ്പോൾ എനിക്ക് തിരിച്ചു കൊടുക്കുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇത്രയും ഫണ്ടെന്ന് പറയുമ്പോൾ 50 ഇല്ല കേട്ടോ കൊടുത്തേക്കുന്നത്. അതിൻ്റെ അത് ഇനിയൊരു 15 രൂപയും കൂടി ഉണ്ട് ഒരാളുടേത്. ബാക്കി ഇത്ര എൻ്റെത് തന്നെ. എന്നാൽ കൂടിയിട്ട് ടെൻഷനാണ് അത് കൊടുത്ത് തീർക്കുന്നവരെ. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒക്ടോബറിലാണ് ദുബായിലേക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. മിക്കവാറും ഗോഗു ഓണം കഴിയുമ്പോൾ പോകും. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്. സെപ്റ്റംബറിലെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട്, ഓണമുണ്ട്, കല്യാണമുണ്ട്, ഒത്തിരി പരിപാടികളുണ്ട്. അപ്പം എല്ലാം ഇങ്ങനെ ഈ ടെൻഷൻ്റെ ഇടയ്ക്കായിരുന്നു കുരുങ്ങുമായിരുന്നു. ദേണ്ട അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പം ഭഗവാന്മാർ തന്നെ ചെയ്യണം, അല്ലാതെ എന്ത് പറയാൻ. പിന്നെന്താ പറയുക, ഞാൻ ഏതോ വീഡിയോ ഇട്ടപ്പം ആരാണ്ട് ചോദിച്ചായിരുന്നു, ചേച്ചി ടെൻഷൻ ഉണ്ടല്ലോ, വിഷമാണല്ലോ ഫേസിലെന്ന്. ഇതൊക്കെ കൊണ്ടിട്ടാണ് വിഷമം. ഞാൻ പറയണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ വെച്ചാൽ എന്നോട് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് മെസ്സേജ് അയക്കുന്നത്, ചേച്ചി വീഡിയോ കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. നമ്മളെ കാണാൻ കുറേ പേരുണ്ട് എന്നുള്ളത് അറിയുന്നത്. അവൻ്റെ ഫോണ് വണ്ടിക്കകത്ത് കണക്ട് ചെയ്താ. അപ്പം പിന്നെ നമുക്ക് പള്ളിയിൽ പോയിട്ട് കാണാം. അപ്പോഴേ ഞങ്ങൾ പള്ളിയിൽ വിളക്ക് കത്തിച്ചു, ഫുഡും കഴിച്ച് വീട്ടിലെത്താറായി. അതിൻ്റെ ഒന്ന് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം കാശ് ഉറങ്ങിപ്പോയി. അപ്പം കുഞ്ഞിനെ ഞാൻ ഹോൾഡ് ചെയ്ത് നിൽക്കുമായിരുന്നു. അതാണ് അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെറിയല്ല, കുറച്ച് ലെങ്ത് ഉണ്ടാവും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.